ചാലക്കുടിയിൽ ചിരിപ്പൂരം, മധുര സ്വപ്നമണ്ഡലം, ബംഗുറിക്കും മീററ്റിനും ഗ്ലാമർ പരിവേഷം, പാട്ന സാഹിബിൽ ആക്ഷൻ തരംഗം, മാണ്ടിയിൽ ന്യൂ ജനറേഷൻ സാന്നിധ്യം. ഈ കേട്ടതെല്ലാം ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഈ തരംഗമെല്ലാം വോട്ടായി മാറിയാൽ ചേരുവകളെല്ലാം ചേരുംപിടി ചേർത്ത നല്ലൊരു ഇന്ത്യൻ സിനിമയാകും മെയ് 16-ന് റിലീസ് ചെയ്യുക. അഭ്രപാടിയിൽ തിളങ്ങിയ ഒട്ടേറെ താരങ്ങളാണ് മുമ്പെങ്ങും ഇല്ലാത്ത വിധം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. അതിലേറെയും രാഷ്ട്രീയത്തിൽ പുതുമുഖങ്ങളെങ്കിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ളവർ, ചിലർ സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി പോലുമുള്ളവർ. ഈ വോട്ട് താരങ്ങളുടെ താരരാഷ്ട്രീയത്തിലേക്ക് താരപരിവേഷം വോട്ടായി മാറ്റി വിജയം വരിച്ചവർ ഇങ്ങ് ദക്ഷിണേന്ത്യയിലാണ് ഏറെയും. ഇക്കുറി ബോളിവുഡും ഭോജ്പുരിയുമെല്ലാം താരങ്ങളെ അകമഴിഞ്ഞ് ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു. ഇങ്ങ് കേരളത്തിൽ ചാലക്കുടിക്കുമുണ്ട് താരത്തിളക്കം. ചിരിപ്പിച്ച് ചാലക്കുടിയിലെ വോട്ടെല്ലാം കുടത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ഇന്നച്ചൻ. രാഷ്ട്രീയം പറയുന്ന താരങ്ങൾ ഏറെയുണ്ടെങ്കിലും അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലർ ആയതാണ് ഇന്നസെന്റിന്റെ രാഷ്ട്രീയ പരിചയം. എനിക്ക് അത്യാവശ്യമൊക്കെ ജീവിക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ആയി. അതൊക്കെ ആവണത് വരെ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളൊരു കാര്യം ഓർപ്പിച്ചു വന്നുണ്ട്, ഇനി നമ്മളൊക്കെ എന്തിനും പേടിക്കാതിരിക്കുക എന്നുള്ള സംഭവമുണ്ട്. കാരണം ഞാൻ വലിയ പേടിക്കുന്നതിൽ നിന്നാണ് ഞാൻ മാറി ഇപ്പം ഞാൻ വന്നിരിക്കുന്നതിന്. പിന്നെ ഈ ആരെ പേടിക്കാൻ? അഴിമതിയോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എതിർക്കും, ജനങ്ങളുടെ കൂടെ നിൽക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും. അത് വലിയൊരു മനസ്സമാധാനമാണ്. ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഇന്നസെന്റാണ് കേരളത്തിൽ മത്സര രംഗത്തുള്ള ഏക സിനിമാ താരം. കോൺഗ്രസിലെ PC ചാക്കോയെ നേരിടേണ്ട ഇന്നസെന്റിനെ കാത്തിരിക്കുന്നത് ശക്തമായ മത്സരമാണ്. ഈ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ചിരിപ്പിച്ച് വോട്ട് നേടാൻ പത്മശ്രീ പരേഷ് റാവലുമുണ്ട്. അഹമ്മദാബാദ് ഈസ്റ്റിൽ BJP സ്ഥാനാർത്ഥിയാണ് ബോളിവുഡിലെ പ്രിയദർശൻ സിനിമകളിലെ സ്ഥിരം ചിരി സാന്നിധ്യമായ പരേഷ് റാവൽ. ഇവിടുത്തെ സിറ്റിംഗ് MP-യായ ഹിരൺ പഥക്കിന് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് പരേഷ് റാവലിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. मुद्दा यही है कि लोगों का काम करना, कॉन्स्टिट्यूएंसी की सेवा करनी, ये एक ही मुद्दा है मेरे पास. 80കളിൽ സിനിമയിലെത്തിയ ഈ ഗുജറാത്തുകാരന് ഏറ്റവും വലിയ ഹിറ്റ് നൽകിയത് 2000-ൽ ഇറങ്ങിയ പ്രിയദർശൻ ചിത്രം ഹേരാ ഫേരിയാണ്. നമ്മുടെ ഇന്നസെന്റിന്റെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ റാംജി റാവു സ്പീക്കിങ്ങിന്റെ ഹിന്ദി റീമേക്കാണ് ഹേരാ ഫേരി. 98-ൽ തുടങ്ങി 2012 വരെ 10-ലധികം പ്രിയദർശൻ ചിത്രങ്ങളിൽ പരേഷ് റാവൽ വേഷമിട്ടു. പരേഷ് റാവൽ തന്റെ രണ്ടാമത്തെ സിനിമാ നിർമ്മാണം ഏറ്റെടുത്തത് നരേന്ദ്രമോദിയുടെ ഒരു ബയോപിക് ആണ്. वाला
जब भी देता देता छप्पड़ फाड़ के। खुशियों की बारात है, पैसों की बरसात है, सच्चे हो गए सारे सपने खुले नसीबा यार के। देने वाला जब भी देता देता छप्पड़ फाड़ के, देने वाला जब भी देता देता छप्पड़ फाड़ के। कित कित कितना कित कित कितना दिखता न दिखता न दिखना दिखना कित कित कितना कित कित कितना दिखता न दिखता न दिखना दिखना। ചിത്രത്തിൽ ഇക്കുറി നായിക താരങ്ങളാണേറെ. വോട്ടർമാരുടെ നെഞ്ചിടിപ്പുയർത്താൻ തൃണമൂൽ കോൺഗ്രസ് രംഗത്തിറക്കിയത് ബംഗാളി സിനിമാ സീരിയൽ താരം മൂൺ സെന്നിനെ. CPM ശക്തി കേന്ദ്രമായ ബംഗുറയിലാണ് മൂൺ സെന്നിന്റെ നിയോഗം. 80കളിലെയും 90കളിലെയും ഈ സ്വപ്നറാണി ബംഗുറയിൽ 9 തവണ വിജയിച്ച പാരമ്പര്യമുള്ള വസുദേവ് ആചാര്യയെ തോൽപ്പിച്ച് മണ്ഡലം പിടിച്ചടക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി. അവൾ കാത്തിരുന്നു അവനും, ജെന്റിൽമാൻ, സെക്യൂരിറ്റി എന്നീ ചിത്രങ്ങളിലൂടെ മലയാളിക്കും സുപരിചിതയാണ് മുൺമുൺ. അമ്മയും ബംഗാളികളുടെ പ്രിയ നടിയുമായ സുചിത്ര സെന്നിനോടുള്ള ആദരവും മൂണിന്റെ സാന്നിധ്യവും മക്കളും ബോളിവുഡ് താരങ്ങളായ റെയ്മയും റിയയും പ്രചാരണത്തിന് നൽകുന്ന തിളക്കവുമാണ് തൃണമൂലിന്റെ തുറുപ്പിച്ചീട്ടുകൾ. ബോളിവുഡിലെ സ്വപ്നസുന്ദരി ഹേമമാലിനി ഈ ഡ്രീം ഗേളിനെ വെച്ച് സ്വപ്നം കാണുന്നത് BJP ആണ്. വെള്ളിത്തിരയിൽ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളെ സുന്ദരമായി അവതരിപ്പിച്ച ഹേമ ജീവിതത്തിൽ ആദ്യമായി ലോക്സഭാ സ്ഥാനാർത്ഥി വേഷത്തിലെത്തിയിരിക്കുന്നു. BJPയുടെ താരപ്രചാരകയായി മുൻകാലങ്ങളിലും പൊതുവേദികളിൽ നിറഞ്ഞു നിന്നു ബോളിവുഡിന്റെ ഡ്രീം ഗേൾ. कहीं तो मिलेगी, कभी तो मिलेगी, आज नहीं तो कल। ड्रीम गर्ल किसी शायर की गजल, ड्रीम गर्ल किसी झील का कंवल, ड्रीम गर्ल। ആയിരത്തി 1999 പാർട്ടി സ്ഥാനാർത്ഥി വിനോദ് ഖന്നയ്ക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങിയതാണ് ഹേമയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ റോൾ. 2003, 2009, 2011, 2012 കാലഘട്ടത്തിൽ കർണാടകയിൽ നിന്നുമുള്ള BJP രാജ്യസഭാംഗമായിരുന്നു ഹേമമാലിനി. ഉത്തർപ്രദേശിലെ മധുര ഹേമമാലിനിയുടെ ആവശ്യമായിരുന്നു. ഭർത്താവും ബോളിവുഡ് താരവുമായ ധർമ്മേന്ദ്ര ജാട്ട് സമുദായാംഗമായതുകൊണ്ട് മധുരയിലെ പ്രബല ജാട്ട് വിഭാഗത്തിനിടയിൽ ഹേമയുടെ സ്വീകാര്യത ഉയർത്തും. മധുരയിലെ ജാട്ട് വോട്ടുകൾ സ്വന്തമാക്കി വിജയമുറപ്പിക്കാമെന്ന് ഹേമമാലിനിയിലൂടെ BJP കണക്കുകൂട്ടുന്നു. 10 വർഷം മുമ്പ് കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതാണ് ഹേമമാലിനിയുടെ ദൗത്യം. തമിഴ്നാട്ടിലെ അമ്മൻകുടിയിൽ ജനിച്ച് ഇന്ത്യൻ സിനിമയുടെ റാണിയായി വളർന്ന ഹേമയുടെ താരത്തിളക്കം വോട്ടായി മാറുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. പട്ന സാഹിബിലും ചണ്ഡീഗഡിലും താരയുദ്ധമാണ്.
പട്ന സാഹിബിൽ BJP സ്ഥാനാർത്ഥി ശത്രുഘ്ൻ സിംഗിനെ നേരിടുന്നത് ഭോജ്പുരി സൂപ്പർ താരം കുനാൽ സിംഗ് ആണ്. ചണ്ഡീഗഡിൽ ഗുൽപനാഗും കിരൺ ഖേറും തമ്മിൽ ഗ്ലാമർ പോരാട്ടം കാഴ്ചവെക്കും. क्यों बे पट्टे के उल्लू? मेरा मतलब उल्लू के पट्टे चोरी करने आया था, वो भी इंस्पेक्टर सूरज प्रसाद के घर में. अभी तक वो चाकू तैयार नहीं हुआ है जो राजू को लग जाए. गोले लेकर पहले चिड़िया मारना सीखो, चिड़िया. കോൺഗ്രസ് ആണ് പാട്ന സാഹിബിൽ കുനാലിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. സിറ്റിംഗ് MP ആയ ശത്രുഘ്നൻ സിൻഹ 2009 നേരിട്ടത് ഒരു സിനിമാ താരത്തെയാണ്. ബോളിവുഡ് ഹാസ്യതാരം ശേഖർ സുമനെയാണ് അന്ന് ശത്രു അടിച്ചു വീഴ്ത്തിയത്. പക്ഷേ ഇക്കുറി ഭോജ്പുരി ഭാഷയ്ക്ക് സിനിമയിലൂടെ നൽകിയ പ്രോത്സാഹനത്തിന് രാഷ്ട്രപതിയുടെ ബഹുമതി ലഭിച്ച കുനാലിനെ തോൽപ്പിക്കുന്നത് ശത്രുവിന് അത്ര എളുപ്പമാവില്ല. ചണ്ഡീഗഡിലെ മുൻ മിസ്സിന്റെയും യുവനടിയുമായ ഗുൽപനാഗിനെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ BJP പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയത് അനുപം ഖേറിന്റെ ഭാര്യ കൂടിയായ നടി കിരൺ ഖേറിനെ. ഇരുവരും നേരിടുന്നതാകട്ടെ മുൻ കേന്ദ്രമന്ത്രി പവൻകുമാർ ബൻസലിനെ. ബോളിവുഡിൽ തുടങ്ങി തെക്കേ ഇന്ത്യയിൽ ഹരമായ നഗ്മയ്ക്ക് ഇക്കുറി കോൺഗ്രസ് സീറ്റ് നൽകി. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ മനോഹരമാക്കിയ ജയപ്രദ ഇത്തവണ RLDയുടെ കഥാപാത്രമാണ്. ഒരു സിനിമാ കഥ പോലെ മാറിമറിഞ്ഞ നഗ്മയുടെ ജീവിതത്തിലേക്ക് സോണിയാഗാന്ധിയും കോൺഗ്രസും കടന്നു വന്നതോടെയാണ് UPയിലെ മീററ്റിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. താരപരിവേഷം കൂടുതലുള്ള തമിഴ്നാട്ടിൽ ശക്തമായ പ്രചാരണത്തിന് താരങ്ങളെ ഏറെ ലഭിക്കുമായിരുന്നിട്ടും നഗ്മയ്ക്ക് ലഭിച്ചത് ഉത്തരേന്ത്യയിലെ മീററ്റാണ്. അതും ഏറെ കാത്തിരിപ്പിന് ശേഷം. BJPയിലെ രാജേന്ദ്ര അഗർവാൾ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച മീററ്റിൽ നഗ്മയുടെ ഗ്ലാമറിനാണോ ആത്മീയതയ്ക്കാണോ സാമൂഹിക പ്രവർത്തന രംഗത്തെ സാന്നിധ്യത്തിനാണോ കൂടുതൽ വെല്ലുവിളി ഉയർത്താൻ കഴിയുക എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യം. So we say that here I am, Lord, use me as your vessel. எனவே நாம் ஆண்டவரை பார்த்து சொல்கிறோம், ஆண்டவரே நான் இருக்கிறபடியே வருகிறேன், உம்முடைய பாத்திரமாக என்னை நீ பயன்படுத்தும் என்று. ഏതായാലും നഗ്മയുടെ ഗ്ലാമർ ചിത്രങ്ങളുടെ സ്വാധീനം പ്രചാരണ രംഗത്ത് തിരിച്ചടിയാകുന്ന വാർത്തകളും മീററ്റിൽ നിന്ന് വരുന്നുണ്ട്. കോൺഗ്രസ് MLA തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതും പൊതുസമ്മേളനത്തിനിടെ യുവാവ് കടന്നുപിടിക്കാൻ ശ്രമിച്ചതുമെല്ലാം നഗ്മയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളുണ്ടായാൽ ഇനി പ്രചാരണത്തിനും വരില്ല എന്ന് തന്നെ നഗ്മയ്ക്ക് തുറന്നടിക്കേണ്ടി വന്നു.
മലയാളമടക്കം വിവിധ ഭാഷകളിലായി 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ജയപ്രദ. രാഷ്ട്രീയത്തിലും കഥാപാത്ര വൈവിധ്യത്തിലൂടെ കടന്നു പോവുകയാണ് ജയപ്രദ. തെലുങ്ക് ദേശത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ജയപ്രദ ഇക്കുറി മത്സരിക്കുന്നത് RLD ടിക്കറ്റിലാണ്. UP-യിലെ ബിജ്നോറാണ് താരപ്പകിട്ടുള്ള ഈ മണ്ഡലം. സമാജ്വാദി പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുൻ കിങ് മേക്കർ അമർ സിംഗും ജയപ്രദയും കോൺഗ്രസിൽ ചേരാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കോഴക്കേസിൽ ഉൾപ്പെട്ട അമർ സിംഗിനെ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് വിസമ്മതിച്ചു. സമാജ്വാദി പാർട്ടി ഉന്നത നേതാവ് അസം ഖാനോട് തെറ്റിയതോടെയാണ് ജയപ്രദ പുറത്തായത്. തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇരുവരും അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ദളിൽ എത്തിയത്. ന്യൂജൻ തരംഗം ഇങ്ങ് കർണാടകയിലെ മാണ്ഡയിലാണ്. बोलो प्यार करोगी नहीं नहीं इकरार करोगी कहना नहीं पूरी गोपले पद्मावती अंतरा गया खाड़ुती. ന്യൂജൻ തരംഗം ഇങ്ങ് കർണാടകയിലെ മാണ്ഡയിലാണ്. സിറ്റിംഗ് MP-യും ലോക്സഭയിലെ പ്രായം കുറഞ്ഞ MP-യുമായ കന്നഡയിലെ സൂപ്പർ താരവുമായ രമ്യ സിറ്റിംഗ് സീറ്റിൽ തന്നെ വീണ്ടും ജനവിധി തേടുകയാണ്. യൂത്ത് കോൺഗ്രസിലൂടെ 2 വർഷം മുമ്പ് മാത്രം രാഷ്ട്രീയ അരങ്ങേറ്റം കുറിച്ച രമ്യയ്ക്ക് പക്ഷേ പരിചയക്കുറവിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. രമ്യ തിരഞ്ഞെടുപ്പ് ചിത്രവും ഹിറ്റാക്കാൻ ഉറച്ച് പ്രചാരണത്തിലാണ്. കോൺഗ്രസിന് ഇനിയുമുണ്ട് താരസ്ഥാനാർത്ഥികളേറെ. നിലവിൽ ലോക്സഭാംഗമായ പഞ്ചാബി നടൻ രാജ് ബബ്ബർ ഗാസിയാബാദിൽ നിന്നും ജനവിധി തേടും. ഭോജ്പുരി സൂപ്പർ താരം രവി കിഷൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ ജാൻപൂരിൽ നിന്നാണ്. ഉറിയ സിനിമകളിലെ നിത്യഹരിത നായിക അപരാജിത മെഹന്തിയാണ് കട്ടക്കിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. 1998 മുതൽ തുടർച്ചയായി ബിജു ജനതാദൾ സ്ഥാനാർത്ഥി ജയിക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് അപരാജിതയെ കോൺഗ്രസ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. അപരാജിതയുടെ ഭർത്താവ് ഉത്തം മെഹന്തിയും പുത്രൻ ബാബുഷാനും ഒഡിയ സിനിമയിലെ താരങ്ങളാണ്. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവും ഒഡിയ താരവുമായ വിജയ് മെഹന്തിയാണ് ഭുവനേശ്വർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. താരസ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസിനൊപ്പം മത്സരിക്കുന്ന BJP കോൺഗ്രസിന്റെ താരസ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ നടി സ്മൃതി ഇറാനിയെയാണ് അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഗുരുദാസ്പൂരിൽ ബോളിവുഡ് താരം വിനോദ് ഖന്നയെയും ഡൽഹി നോർത്ത് ഈസ്റ്റിൽ ഭോജ്പുരി സിനിമയിലെ നടനും ഗായകനും ടെലിവിഷൻ അവതാരകനുമായ മനോജ് തിവാരിയെയും സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. ബംഗാളി, ഒഡിയ, ഹിന്ദി ചിത്രങ്ങളിലെ ഗായക സാന്നിധ്യം ബാബുൾ സുപ്രിയോയ്ക്കും BJP ബംഗാളിലെ അസൻസോളിൽ നിന്നും ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസും താരസ്ഥാനാർത്ഥികളെ വേണ്ടുവോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനായി സിനിമാ ലോകം ഒന്നടങ്കം പ്രചാരണത്തിനിറങ്ങാനാണ് സാധ്യത. തൃണമൂലിന്റെ താരസമ്പന്നമായ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇതിന് കാരണം. പ്രമുഖരുടെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ തൃണമൂലിന് മുൻ ബോളിവുഡ് താരം വിശ്വജിത്ത് ചാറ്റർജിയാണ് സ്ഥാനാർത്ഥി. ബംഗാളി പ്രണയ ചിത്രങ്ങളിലെ മുൻ നായിക സന്ധ്യ റോയ് മേദിനിപൂരിൽ നിന്നും ബംഗാളി സിനിമയിലെ സൂപ്പർ സ്റ്റാർ ദേവ് എന്ന ദീപക് അധികാരിഘട്ടിൽ നിന്നും ജനവിധി തേടും. ബീർഭൂമിൽ സിറ്റിംഗ് MP-യും നടിയുമായ ശതാബ്ദി റോയ് ഇത്തവണയും മത്സരരംഗത്തുണ്ട്. 9 ഘട്ടങ്ങളിലായാണ് ഇന്ത്യയിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പട്ടിക അന്തിമമല്ല. ഇനിയും സിനിമ സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്തേക്കാം. നിലവിലുള്ളവർ പിന്മാറിയേക്കാം. 100 വർഷം പിന്നിട്ട ഇന്ത്യൻ സിനിമയിൽ നിന്ന് 63 വർഷത്തെ ചരിത്രമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇനിയും ശക്തരായ മത്സരാർത്ഥികളെ ലഭിച്ചേക്കാം. ഏതായാലും മെയ് 16-ന് ഈ ഇന്ത്യൻ സസ്പെൻസ് ത്രില്ലർ റിലീസ് ചെയ്യും. ആരൊക്കെ ബോക്സ് ഓഫീസ് വിജയം നേടും എന്നത് പ്രവചനാതീതം.